രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വരുമ്പം ക്ലീൻ ആയിട്ട് കിടക്കുന്ന കിച്ചണും സിങ്കും തലേന്ന് പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനുവും കാണുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക എനർജി തരുന്ന ഒരു കാര്യമാണ് അല്ലേ. ശരിക്കും പറഞ്ഞാല് ആ ദിവസം മുഴുവൻ ഓടിക്കാനുള്ള എനർജി അവിടുന്ന് കിട്ടുമെന്ന് അർത്ഥം. എന്നെ സംബന്ധിച്ചിടത്തോളം ഓർഡർ തെറ്റിക്കിടക്കണ കിച്ചണ് എൻ്റെ ഒരു ദിവസം മുഴുവൻ കളയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആ ദിവസം എനിക്ക് ഭയങ്കര മൂഡ് ഓഫും ദേഷ്യമൊക്കെ ആയിരിക്കും. എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതൊരുപാട് സമയമെടുത്ത് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. നേരെ മറിച്ച് ക്ലീൻ ആയിട്ട് കിടക്കുന്ന കിച്ചണും വീടൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം എല്ലാ ജോലികൾ ചെയ്യാനും ഒരു പ്രത്യേക എനർജിയാണ്. പണികളൊക്കെ പെട്ടെന്ന് തീരുന്ന പോലെയും തോന്നലുണ്ട്. അപ്പൊ ഇന്ന് പറയാൻ വന്ന കഥ അതല്ല. ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് അരച്ചു വെച്ച മാവ് കുഴിപ്പണിയാരായ കഥയാണ്. ഈ ഫുഡ് വെറൈറ്റി ആക്കി ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. അങ്ങനെ ഈ ദോശമാവ് കണ്ടപ്പോഴും പുതിയതായിട്ട് വാങ്ങി വെച്ച ഉണ്ണിപ്പച്ചട്ടി എൻ്റെ ഓർമ്മയിൽ വന്ന്. അപ്പൊ എന്തുകൊണ്ട് ഈ ഉണ്ണിപ്പച്ചട്ടിയിൽ കുഴിപ്പണിയാരം ഉണ്ടാക്കി നോക്കിക്കൂടാ? സത്യം പറഞ്ഞ ഈ കുഴിപ്പണിയാരം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ശരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് പോലും എനിക്കറിയില്ല. എന്നാ പിന്നെ അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണ്ടേ. ശരിക്കും എൻ്റെ ഈ ഒരു അടുക്കള എന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡും കുട്ടികളും ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ആൾക്കാരാണെന്നു. കാരണം അധിക ദിവസങ്ങളിലും ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി പരീക്ഷിച്ച് നോക്കലുണ്ട്. സത്യത്തിൽ ഈ പരീക്ഷണങ്ങൾ തന്നെയാണ് കേട്ടോ എനിക്ക് യൂട്യൂബ് തുടങ്ങാനുള്ള പ്രചോദനമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ പരീക്ഷണം എന്തായാലും ഫ്ലോപ്പ് ആയിട്ടില്ല. പാത്രം നിറയെയുള്ള കുഴിപ്പണിയാരം ലാസ്റ്റ് ഘട്ടത്തിൽ എവിടെ എത്തി നിങ്ങൾ തന്നെ കണ്ടില്ലേ. കുഴിപ്പണിയാരത്തിന്റെ റെസിപ്പി വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.